പ്രിയപ്പെട്ട ഞങ്ങൾ പല ദേശങ്ങളിലും പോയി ഇങ്ങനെ ഘോഷിക്കുമ്പോഴേ അത് ചിലർക്ക് ഞങ്ങളുടെ എതിർപ്പാണ്. എന്നാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, അവിടെ ഇത് കേൾപ്പാനായിട്ട് കാത്തിരിക്കുന്നവരുണ്ട്. പലപ്പോഴും കണ്ണുനീരോടുകൂടെ ഞങ്ങളുടെ മുമ്പിൽ കടന്നു വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന വ്യക്തികളുണ്ട്. കാരണം എന്താണ്? അനേകരും ആത്മഹത്യയുടെ മുനമ്പിലാണ്. പ്രിയപ്പെട്ട ഞങ്ങളുടെ ഈ വഴിയാത്രയിലുള്ള ഇത്തരം ചെറിയ ചെറിയ പ്രഭാഷണം നിങ്ങൾ വിചാരിക്കുന്നു വ്യർത്ഥമാണെന്നല്ല പ്രിയപ്പെട്ടവര്. ആത്മഹത്യയുടെ മുനമ്പിൽ നിന്ന് ഒരു വാക്കുകൊണ്ട് എന്നെ രക്ഷിച്ച ഒരു ഉപദേശിയുണ്ടല്ലോ ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. അവിടെ ഞങ്ങൾ തെരുവോരങ്ങൾ നിൽക്കുമ്പോൾ എത്രയോ ആത്മഹത്യകളാണ് മാറിപ്പോകുന്നത്. അതേ പ്രിയപ്പെട്ട, ഒരിക്കൽ കൊല്ലം ജില്ലയിലെ ഒരു ഭാഗത്ത് ഞാൻ പ്രസംഗിക്കുമ്പോൾ വളരെ കരുത്തുറ്റ ഒരുവൻ വന്ന് എന്നോട് പറഞ്ഞു അവിടെ പ്രസംഗിപ്പാൻ പാടില്ല. ഞാൻ പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്നില്ല. എന്നാൽ നോക്കുവിന് ദേഹപീഡയും ഏൽക്കേണ്ടി വന്നു. എന്നാൽ അത്രയും കഴിഞ്ഞപ്പോൾ ആ മനുഷ്യന് മാനസാന്തരമുണ്ടായി. അദ്ദേഹം എന്താണ്? അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെ വന്നവനും എന്റെ ശരീരത്തെ ദണ്ഡന തന്നുവെങ്കിലും ആ ക്ഷണത്തിൽ തന്നെ അവർക്ക് മാനസാന്തരമുണ്ടായി. എന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് ക്ഷമ പറയുവാനും ഇടയായി. എന്നാൽ ആ ശക്തിയുള്ള ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഇന്ന് രാത്രികാലം ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതാണ്. ഇതാ മദ്യക്കുപ്പിയും ഫ്യൂറിടാനും കൂടെ ഞാൻ ഇതാ ഈ വയലിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. രാത്രി 10 മണിക്ക് ശേഷം എന്റെ ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിട്ട് ഞാൻ മരിക്കാൻ തീരുമാനിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സ്നേഹിത, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നോക്കുവിന് എന്നെ തല്ലിയ അതേ നിമിഷം തന്നെയാണ് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, ഞാൻ ഇത് തീരുമാനിച്ചുറച്ചതാണ്. എങ്കിലും അദ്ദേഹത്തിന് എങ്ങനെയാണ് പെട്ടെന്ന് മനസ്സലിവുണ്ടായത്? എന്നെ തല്ലിയ കരം കൊണ്ട് എന്റെ കാലിൽ പിടിച്ച് ക്ഷമ പറയുവാൻ എങ്ങനെ കഴിഞ്ഞു എന്ന് മാത്രമല്ല, എന്റെ തല്ലുകൊണ്ട ഭാഗത്ത് അദ്ദേഹം എന്താണ് തന്റെ ആ കരം കൊണ്ട് തടവി തരുവാനും കഴിഞ്ഞു. എന്നാൽ നോക്കുവിന് അതിനുശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇനി നിങ്ങൾ ഈ വന്ന വഴിയെ തിരിച്ചു പോകല് പ്രശ്നക്കാരാണ്. അവിടെ നിങ്ങൾ ഇതുവഴി എത്രയും വേഗം ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ മറ്റൊരു വഴി കാണിച്ചു തന്ന് ഞങ്ങളെ അവിടുന്ന് വിടുകയാണ്. എന്നാൽ നോക്ക് പ്രിയപ്പെട്ട, ഞാൻ ആ തിരിയാൻ നേരം അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മൾ വീണ്ടും കാണുമെന്ന് പറഞ്ഞു. അതായത് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നീ ഇന്ന് രാത്രികാലം മരിക്കത്തില്ലെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു നമ്മൾ ഇനിയും കാണും. അത് പറഞ്ഞ സെക്കൻഡില് അദ്ദേഹത്തിന്റെ കരുത്തരനായിരിക്കുന്ന ആ എന്നെ തല്ലിയവനായിരിക്കുന്ന അവന്റെ കവിൾത്തടങ്ങൾ കൂടെ അസാധാരണമായിരിക്കുന്ന രീതിയിൽ എന്താണ് കണ്ണുനീർ തൂവാൻ തുടങ്ങി. അദ്ദേഹം എന്നോട് നിസ്സഹായാവസ്ഥയിൽ നോക്കിയിട്ട് പറഞ്ഞു, നമ്മൾ ഇനിയും കാണുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും കാണും. എന്ന് വെച്ചാൽ നീ ഇന്ന് മരിക്കത്തില്ല, നീ ഇന്ന് ആത്മഹത്യ ചെയ്തില്ലെന്ന് ഞാൻ ഉറപ്പ് കൊടുത്തു. എന്നാൽ പ്രിയപ്പെട്ട 2 വർഷങ്ങൾക്ക് ശേഷം ആ വ്യക്തി ആ ദേശം വിട്ട് മറ്റൊരു ദേശത്ത് ജീവിക്കുന്നുണ്ടെന്നുള്ള അറിവ് എനിക്ക് കിട്ടി. നോക്കുവിന് ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാര് ചെയ്യുന്ന ചെറിയ കാര്യമാണോ? അല്ല. പലപ്പോഴും നമ്മുടെ അറിവില്ലായ്മയിലാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം തള്ളിക്കളയുന്നത്.